എല്ലാവർക്കും മല്ലു സിവിൽ സർവീസ് ആസ്പിരൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ പഠിപ്പ് ഹോസ്പിറ്റൽ അങ്ങനെ കുറേ നല്ല രീതിയിൽ ബിസി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ചെയ്യേണ്ട സിറ്റുവേഷൻ എത്തി. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് ഒരുപാട് സ്ട്രഗിൾസ് ഓവർകം ചെയ്തിട്ടൊക്കെ വന്നിട്ട് കുറേ നോളേജ് നമ്മൾ ഗെയിൻ ചെയ്തെടുത്തു. ആ ഗെയിൻ ചെയ്ത നോളേജസ് എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സമയമായി. നമ്മളൊക്കെ പഠിച്ചത് ശരിയാണോ, ആ പഠിച്ചതിനുള്ള റിസൾട്ട് നമുക്ക് വേണ്ട. ആ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള എക്സാമാണ് നമുക്ക് ഈ ജൂൺ 16 വരുന്നത്. നമ്മുടെ ഈ വരുന്ന സൺഡേയിൽ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിൻ്റെ ഫസ്റ്റ് എക്സാമായ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാം പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇനിയിപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ വെള്ളിയാഴ്ചയാണ്. സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് എല്ലാവർക്കും എക്സാം വരെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാ ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഫുള്ളി കംപ്ലീറ്റഡ് ഒന്നുമല്ല, കാരണം ഞാൻ ഈ ഒരു ജസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് എഴുതുന്നു എന്നുള്ളൂ. ഫുള്ളി പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് എക്സാം എങ്ങനെയാണെന്ന് അറിയണം. ഞാൻ ഇതൊരു സിവിൽ സർവീസ് എക്സാം എഴുതിയിട്ടില്ല, ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് എക്സാം പാറ്റേൺ എക്സാമൊക്കെ എങ്ങനെയാണ് എഴുതുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈം ഈ എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷേ നമുക്ക് ബാക്കിയുള്ള PSC എക്സാംസൊക്കെ എഴുതാൻ പോകുന്ന പോലെ തന്നെ UPSCയുടെ ഈ സിവിൽ സർവീസ് എക്സാമിന് പോകുമ്പോഴും ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഈ UPSC എക്സാമിന് മുമ്പ്. കാരണം നിങ്ങൾ ഈ ഒരു വർഷത്തോളം പ്രിപ്പയർ ചെയ്തിട്ട് ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് വന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റേക്കിൻ്റെ പേരിൽ ആ എക്സാം എഴുതാൻ പറ്റാണ്ടായുള്ള അവസ്ഥ ആലോചിക്കുക. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ പോലും അവരതിനകത്ത് കേട്ടില്ലെന്ന് പറയണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. നമുക്ക് എക്സാം ഹോളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ആദ്യം എക്സാം ഹോൾ എവിടെയാണെന്ന് അറിയണം. അപ്പോൾ എക്സാം ഹോൾ എവിടെയാണെന്ന് അറിയണം, നമ്മുടെ എക്സാമിൻ്റെ ടൈമിങ്സ് അറിയണം, പിന്നെ നമുക്ക് എക്സാം ഹോളിലേക്ക് എൻട്രി കിട്ടണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ അഡ്മിറ്റ് കാർഡാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ സമയം കൊണ്ട് തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അതല്ലാത്തവർ UPSCയുടെ സൈറ്റിൽ പോയിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് നോക്കണം. നിങ്ങളുടെ പേര്, റോൾ നമ്പർ, പിന്നെ എക്സാം സെൻറ്റർ വന്നിട്ടുള്ളത്, എക്സാമിൻ്റെ ടൈമിങ്, നിങ്ങളുടെ ഫോട്ടോയൊക്കെ നല്ല ക്ലിയർ ആണോ എന്ന് നോക്കണം. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്യണം. പ്ലസ് ആ ഒരു ഹോൾ ടിക്കറ്റിൻ്റെ സൈഡിലായിട്ട് ഐ തിങ്ക് ലെഫ്റ്റ് സൈഡ് ബോട്ടം സൈഡായിട്ട് ഒരു QR സ്കാനിങ് കോഡ് കാണും. ആ QR സ്കാനിങ് കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൽ വരുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്ന് നോക്കണം. അതായത് നിങ്ങളുടെ സ്വന്തം നെയിം, നിങ്ങളുടെ റോൾ നമ്പർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ആ ഒരു QR കോഡിൽ സ്കാൻ ചെയ്ത് കിട്ടുക. അപ്പോൾ ആ വരുന്നത് നിങ്ങളുടെ തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്യണം. കാരണം അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് UPSCയുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ഹോൾ ടിക്കറ്റ് അല്ല അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു പാസ്വേഡ് ചോദിക്കും. അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ തന്നെയാണ് അതിൻ്റെ പാസ്വേഡായിട്ട് വേണ്ടത്. അതിനുശേഷം അഡ്മിറ്റ് കാർഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എക്സാം ഹോൾ ടിക്കറ്റ് അല്ല അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമൊക്കെ പറഞ്ഞു. അത് എന്തൊക്കെ ഡീറ്റെയിൽസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞു. ഇനി അടുത്ത് പറയാൻ പോകുന്നത്, നമ്മൾ ഈ അഡ്മിറ്റ് കാർഡും കൊണ്ട് തന്നെയാണ് എക്സാമിന് പോകാൻ പാടുള്ളൂ. ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് മറന്നു പോകുന്നത്. നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങാനുള്ള തിരക്ക് കാരണം അഡ്മിറ്റ് കാർഡൊന്നും എടുക്കാൻ മറന്നിട്ട് നേരെ എക്സാം ഹോളിൽ പോകും. അവിടെ വേഗം പോയിരിക്കും. ഒരു കാര്യമില്ല, നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് കയറ്റത്തില്ല. അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡ്മിറ്റ് കാർഡിൽ ഏത് എക്സാം സെൻറ്റർ ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു എക്സാം സെൻറ്ററിൽ തന്നെ നിങ്ങൾ പോകണം. അതല്ലാണ്ട് വേറെ എക്സാം സെൻറ്ററിൽ തെറ്റിപ്പോകാൻ പാടില്ല. അപ്പോൾ ഡബിൾ ചെക്ക് ചെയ്യുക. എനിക്ക് കിട്ടിയിട്ടുള്ളത് തൃക്കാക്കര, നമ്മുടെ എറണാകുളത്തുള്ള മേരി മാത സ്കൂളാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് എക്സാം സെൻറ്റർ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അടുത്താണെങ്കിൽ നമുക്ക് കാണാമല്ലോ. അപ്പോൾ എൻ്റെ മേരി മാത സ്കൂളാണ് എൻ്റെ എക്സാം സെൻറ്ററായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഹോൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകും വേണം. ആ അഡ്മിറ്റ് കാർഡിൽ ഏത് എക്സാം സെൻറ്റർ ആണോ പറഞ്ഞിട്ടുള്ളത് ആ എക്സാം സെൻറ്ററിൽ തന്നെ പോകണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചിലവരുടെ അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോ ക്ലിയർ അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ വയ്ക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ എക്സാമിന് കയറുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, സെക്കൻഡ് എക്സാമിന് കയറുമ്പോൾ സെക്കൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും. ഈ 2 എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിലിമിനറി എക്സാം 2 എക്സാമാണ്. പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. അപ്പോൾ പാർട്ട് A മോർണിംഗ് സെഷനും പാർട്ട് B ആഫ്റ്റർനൂൺ സെഷനാണ്. അപ്പോൾ മോർണിംഗ് സെഷൻ കയറുമ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ടി വരും. ദെൻ ആഫ്റ്റർനൂൺ സെഷൻ കയറുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫോട്ടോ എടുക്കേണ്ടി വരും. അപ്പോൾ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും ബ്ലർനെസ്സോ ക്ലിയർ അല്ലാത്ത അല്ലെങ്കിൽ സ്ക്രാച്ചസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൈ വയ്ക്കണം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് പോക്കറ്റിൽ അല്ലെങ്കിൽ പേഴ്സിൽ വെച്ചേക്കുക. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും.
ഇനി അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി അത് വേറൊരാൾക്ക് കിട്ടിയിട്ട് ആ അഡ്മിറ്റ് കാർഡും കൊണ്ടുപോയിട്ട് അങ്ങേരെ എക്സാം എഴുതാൻ വേണ്ടി എക്സാം ഹോളിൽ പോകുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ ഒരുപാട് ബാധിക്കും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവാണ്ടിരിക്കാൻ നോക്കുക. കാരണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അത് ചെയ്തതെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുക. അപ്പോൾ അഡ്മിറ്റ് കാർഡ് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ ഈ ഒരു പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്ന് നമ്മുടെ മെയിൻ എക്സാമൊക്കെ എഴുതി ലാസ്റ്റ് വരെ ഈ അഡ്മിറ്റ് കാർഡ് കീപ്പ് ചെയ്യാൻ നോക്കുക, നശിപ്പിച്ച് കളയാണ്ടിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് തന്നെ അത് ഒരുപാട് സിറ്റുവേഷനിൽ ആവശ്യം വരും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് അത്രയും വൃത്തിയായിട്ട് അത്രയും നീറ്റായിട്ട് കീപ്പ് ചെയ്യാൻ, നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിറ്റ് കാർഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാവരും വെരിഫൈ ചെയ്ത് നോക്കണം. സ്കാനർ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്ത് നമ്മുടെ എങ്ങനെ സ്കാൻ ചെയ്യാനുണ്ടെന്ന് അറിയാത്തവർക്ക് ശ്രദ്ധിക്കുകയാണ്. നിങ്ങളുടെ ഗൂഗിളിൻ്റെ ഇമേജ് സെർച്ചിനുള്ള ക്യാമറ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കിട്ടും. അതല്ലെങ്കിൽ സ്കാൻ ചെയ്യാനുള്ള ആപ്സ് ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ വരുന്ന ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്ത് നോക്കാം. പിന്നെ പറയാനുള്ള പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹോൾ ടിക്കറ്റുമായിട്ട് ഈ അഡ്മിറ്റ് കാർഡുമായിട്ട് തന്നെ നമ്മുടെ എക്സാം സെൻറ്ററിൽ പോകണം. എക്സാം സെൻറ്റർ ഏതാണ് അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു എക്സാം സെൻറ്ററിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ഈ അഡ്മിറ്റ് കാർഡ് മിസ്സാവാണ്ടിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ നാശമായി പോകാണ്ടിരിക്കാനും ശ്രദ്ധിച്ചു നോക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഐഡൻറ്റിറ്റി പ്രൂഫ്. അതായത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് കിട്ടിയല്ലോ, അഡ്മിറ്റ് കാർഡിൽ നമ്മൾ ഓൾറെഡി ഒരു ID പ്രൂഫ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ID പ്രൂഫ് കൊണ്ട് നമ്മുടെ എക്സാം ഹോളിൽ പോകണം. അതായത് നമുക്ക് പോകുമ്പോൾ ID കാർഡ്, ഹോൾ ടിക്കറ്റും വേണം, ഹോൾ ടിക്കറ്റിൻ്റെ കൂടെ നമ്മുടെ ID കാർഡും വേണം. അപ്പോൾ ഈ ID കാർഡ് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഇത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഒന്നും പറ്റത്തില്ല. ഒറിജിനൽ ID കോപ്പി തന്നെ നിങ്ങളുടെ കയ്യിൽ വെക്കണം. കാരണം അത് അവർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിസ്റ്റേക്ക് പറ്റിയത് കോപ്പി അലൗഡ് അല്ല, ഒറിജിനൽ ID പ്രൂഫ് തന്നെ വേണം. അതും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഏതാണോ ID പ്രൂഫ് പറഞ്ഞിട്ടുള്ളത് ആ സെയിം ID പ്രൂഫ് തന്നെ നിങ്ങൾ കൊടുക്കും വേണം. അപ്പോൾ നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പോൾ എന്തായി, നമ്മുടെ അഡ്മിറ്റ് കാർഡ് കിട്ടി, അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുന്നുണ്ട്, ഫോട്ടോ ഐഡൻറ്റിറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ കൊണ്ടുപോകേണ്ട മറ്റൊരു സംഭവമാണ് നമ്മുടെ പേന. അങ്ങനെ ഏത് പേന വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്പെഷ്യലി ബ്ലൂ ഇങ്ക് അലൗഡ് അല്ല. ബ്ലൂ ഇങ്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പാടില്ല. ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്നാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള പെന്നാണ് ബ്ലാക്ക് കളറുള്ള ബോൾ പോയിന്റ്. അത് എഴുതാൻ നല്ല സ്മൂത്തൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ പേന മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നിങ്ങൾ ബ്ലൂ ഇങ്കോ അല്ലെങ്കിൽ ജെല്ലിങ്കോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് ഇങ്ക് വെച്ചിട്ടുള്ള ആൻസർ ഷീറ്റുകൾ അവർ ഇവാലുവേറ്റ് ചെയ്യില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്ത് അഡ്മിറ്റ് കാർഡ് പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പെന്ന്. ഈ ഏതാണ് നിങ്ങളുടെ ബോൾ പോയിന്റ് പെന്ന്, അത് ബ്ലാക്ക് ഇങ്ക് ആണെങ്കിൽ ബ്ലാക്ക് ഇങ്ക് തന്നെ വേണം. ആ ഒരു ബ്ലാക്ക് ഇങ്ക് ആയിട്ടുള്ള ബോൾ പോയിന്റ് പെൻ തന്നെ കൊണ്ടുപോകണം. മറക്ക് ചെയ്ത് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വർഷത്തെ കഷ്ടപ്പാട് വെള്ളത്തിലായി പോകും. അതുകൊണ്ടാണ് പറയുന്നത്, വീണ്ടും എടുത്ത് പറയുന്നത്, അഡ്മിറ്റ് കാർഡ് വേണം, പ്രൂഫ് ഐഡൻറ്റിറ്റി ഒറിജിനൽ വേണം. അതും അഡ്മിറ്റ് കാർഡിൽ ഏതാണ് പറഞ്ഞിട്ടുള്ള ആ ഒരു ID പ്രൂഫ് തന്നെ വേണം. പ്ലസ് ബ്ലാക്ക് പെൻ മാത്രം, ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്ന് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതും മറക്കണ്ട. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിലവരുണ്ടാവും എക്സാമിന് കയറുമ്പോൾ സമയം നോക്കാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാം സെൻറ്ററിൽ ടൈമൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാച്ച് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്ക് നോർമലി ഡയലായിട്ടുള്ള അല്ലെങ്കിൽ നമ്പർ ആയിട്ടുള്ള നോർമൽ വാച്ച് അലൗഡ് ആണ് എക്സാം സെൻറ്ററിൽ. പക്ഷേ സ്മാർട്ട് വാച്ചസ് അതുപോലെയുള്ള സ്മാർട്ട് റിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഗാഡ്ജറ്റ്സുകളൊന്നും അലൗഡ് അല്ല നമ്മുടെ എക്സാം സെൻറ്ററിൽ. അപ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്യും, കടത്തത്തില്ല, അല്ലെങ്കിൽ അത് കയറ്റാൻ പറ്റത്തില്ല. സാധാരണ വാച്ച്, അതായത് നിങ്ങൾ കഷ്ടപ്പെട്ട് സ്മാർട്ട് വാച്ചൊക്കെ നോക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അവിടെ എത്തുമ്പോൾ സ്മാർട്ട് വാച്ച് അലൗഡ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് കൊണ്ടുപോകാണ്ട് അകത്തേക്ക് കയറേണ്ടി വരും. അങ്ങനെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ടൈം പെട്ടെന്ന് പോകുന്ന അറിയത്തില്ല. അപ്പോൾ എല്ലാവരും നോർമൽ ഡയലുള്ള സാധാ വാച്ച് കൊണ്ടുപോകാൻ നോക്കുക. പ്ലസ് നിങ്ങളുടെ ഫോൺസും അലൗഡ് അല്ല. ഫോൺസ് എന്നല്ല, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ ഒന്നും അലൗഡ് അല്ല. നിങ്ങളിപ്പോൾ കൊണ്ടുപോയിട്ട് പുറത്ത് വയ്ക്കാം, പക്ഷേ വിലപിടിപ്പുള്ള ഐറ്റംസ് ആയാലും ഫോണായാലും പുറത്ത് വയ്ക്കുന്നത് സ്വന്തം റിസ്കിലാണ്. ഇൻ കേസ് ആരെങ്കിലും വന്ന് ആ ബാഗിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോയാൽ അത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ ഫോൺ ആ ബാഗിൽ പോകും. അപ്പോൾ ഫോൺസ് സ്വിച്ച് ഓഫ് ചെയ്താലും പുറത്ത് വെക്കാനേ സമ്മതിക്കുള്ളൂ, എക്സാം ഹോളിലേക്ക് കയറ്റത്തില്ല. ഫോൺസ് ആയാലും പേജർ ആയാലും അങ്ങനെയുള്ള സ്മാർട്ട് വാച്ചസ് ആയാലും എന്ത് തരത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളും എക്സാം സെൻറ്ററിൽ അലൗഡ് അല്ല. അതും നിങ്ങൾ ഓഫ് ചെയ്തിട്ട് വെക്കാമെന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കത്തില്ല. പുറത്ത് വെച്ചിട്ട് പോകേണ്ടി വരും. പുറത്ത് വെച്ചിട്ട് ആരെങ്കിലും ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധനം നമുക്ക് പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും കൊണ്ടുപോകാണ്ടിരിക്കാൻ നോക്കുക. ഫോൺ കൊണ്ടുപോകുന്ന എല്ലാവരുടെയും പ്രയോറിറ്റീസാണ്. കൊണ്ടുപോയി കഴിഞ്ഞാലും മിസ്സായി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. സ്മാർട്ട് വാച്ചസ് ശ്രദ്ധിക്കുക. നേരത്തെ പെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വാച്ചും. സ്മാർട്ട് വാച്ചസ് അലൗഡ് അല്ല. നിങ്ങളുടെ ടൈം നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള വാച്ചുകൾ മാത്രം കൊണ്ടുപോകാൻ നോക്കുക.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് എന്താണെന്നല്ലേ, നമ്മൾ ഹോൾ ടിക്കറ്റ്, അതായത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന റൂളാണ് UPSCയുടെ, അതായത് നമ്മൾ ഹോൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡിൽ നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ, ആ ഫോട്ടോയിൽ എങ്ങനെയാണോ നമ്മളുള്ളത് ആ രീതിയിൽ തന്നെ നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകണം. അതായത് നമ്മളിപ്പോൾ അഡ്മിറ്റ് കാർഡിൽ, ഞാൻ എൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം, ഞാൻ അഡ്മിറ്റ് കാർഡിൽ ഷേവ് ചെയ്തിട്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ടാണ് ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഞായറാഴ്ച എക്സാമിന് പോകുമ്പോൾ ഈ താടി ഷേവ് ചെയ്തിട്ട് തന്നെ പോകണം, ഈ താടിയോടുകൂടി പോകാൻ പറ്റത്തില്ല. അതുപോലെ ചില ആൾക്കാർ ബിയേർഡ് വെച്ചിട്ടുണ്ടാവും, മൊസ്റ്റാഷ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ആ ഫോട്ടോയിൽ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് പോകണം. പ്ലസ് ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് തന്നെ എക്സാം സെൻറ്ററിൽ പോകണം, എക്സാം ഹോളിൽ പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ എക്സാം എഴുതാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഗ്ലാസ് ഉണ്ടെങ്കിൽ ബിയേർഡ് ആൻഡ് മൊസ്റ്റാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ പോകണം. അതല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആ ഫോട്ടോസും നിങ്ങളുടെ എങ്ങനെയാണ് ഏത് ലുക്കിലാണോ പോകുന്നത് ആ ലുക്കിൽ തന്നെ എക്സാം ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. മറക്കരുത്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പുതിയതായിട്ട് വന്ന റൂളാണ്. അപ്പോൾ അത് അവരധികം കുറേയധികം ശ്രദ്ധിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഗ്ലാസ് ഇല്ലെങ്കിൽ ഗ്ലാസ് വേണ്ട, ബിയേർഡ് ഇല്ലെങ്കിൽ ബിയേർഡും വേണ്ട. ഓക്കെ, ഇനി പറയാനുള്ളൊരു കാര്യം, ഇത്ര നേരം പറഞ്ഞത് എക്സാം സെൻറ്ററിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളും കൊണ്ടുവരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇനി പറയാൻ പോകുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എക്സാമിൻ്റെ അന്ന് കുറച്ച് നേരത്തോടൊക്കെ എണീക്കാൻ നോക്കുക. അതുപോലെ തന്നെ നല്ല ഫ്രഷപ്പായിട്ട് വീട്ടിൽ നിന്ന് നേരത്തോടെ ഇറങ്ങാൻ നോക്കുക. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാം സെൻറ്റർ ഭയങ്കര ലോങ് ആയിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് നേരത്തോടെ എക്സാം സെൻറ്ററിലേക്ക് പോകാൻ നോക്കുക. കുറച്ച് നേരത്തോടെ അവിടെ എത്തിയെന്ന് വെച്ചാൽ യാതൊരു പ്രശ്നവും സംഭവിക്കാൻ പോകില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നല്ല റെയിനി സീസണാണ്. രാവിലെ ഇറങ്ങി വരണ വഴിക്ക് വല്ല വെള്ളക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ബസ് പോകാണ്ടോ അല്ലെങ്കിൽ വണ്ടി കിടക്കാണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. അത് എന്തൊരു കണ്ടീഷനും എന്ത് റീസൺസും എക്സാം സെൻറ്ററിൽ വേണ്ട യാതൊരു കാര്യമില്ല. എക്സാം ഹോളിൽ എക്സാമിന് 30 മിനിറ്റ്സ് മുമ്പ്, ഇപ്പോൾ 9:00-ക്കാണ് എക്സാം, ഫസ്റ്റ് എക്സാം, അപ്പോൾ 9 മണിക്കും മുമ്പായിട്ട് നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തണം. 30 മിനിറ്റ്സ് മുമ്പ് എത്തണം എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് വൈകിയാൽ പോലും അവർ ചിലപ്പോൾ കയറ്റി നിർത്തി. നമുക്ക് പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഓർമ്മയുണ്ടായി. നീറ്റ് എക്സാമിനൊക്കെ ലേറ്റായി വന്നിട്ട് തീരെ കയറാൻ പറ്റാണ്ട് ഒരുപാട് കുട്ടികൾ കരഞ്ഞതും പലരും പല സിറ്റുവേഷൻസിലേക്ക് മെൻ്റലി ഡിപ്രസ്ഡ് ആയി പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്താണ്ടിരിക്കാൻ നോക്കാം. എക്സാം സെൻറ്ററിൽ കുറച്ചധികം നേരത്തെ, ഇപ്പോൾ 9 മണിക്ക് 8:30 എക്സാം സെൻറ്ററിൽ അല്ലെങ്കിൽ 8 മണിക്ക് എത്തിയാലും യാതൊരു പ്രശ്നമില്ല. നേരത്തോടെ എത്തുന്നതുകൊണ്ട് യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. കാരണം റെയിനി സീസണൊക്കെയാണ്. എന്തെങ്കിലും ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വല്ല വണ്ടി പഞ്ചറാവുക എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ സിനാരിയോസൊക്കെ. അപ്പോൾ മാക്സിമം നേരത്തോടെ ഇറങ്ങാൻ നോക്കാം. നമ്മളൊരു വർഷത്തെ കഷ്ടപ്പാടാണ്. ചിലപ്പോൾ പലർക്കും ഇത് ലാസ്റ്റ് ചാൻസ് ആവും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള ചെറിയ മിസ്റ്റേക്ക് കാരണം ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ്, എക്സാം എഴുതുമ്പോഴാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കറക്കി കുത്താണ്ടിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് അറിയുന്നത് 10 ആൻസർ ആണെങ്കിൽ 10 ആൻസർ കറക്റ്റായിട്ട് എഴുതാൻ നോക്കാം. കിട്ടുന്ന മാർക്ക് കളയാണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം കറക്കി കുത്തൽ ഒഴിവാക്കലാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇതൊക്കെയാണ് നമ്മുടെ എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എക്സാം സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് എക്സാമിന് പോകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ മാക്സിമം അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് വിടുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് രാവിലെ തന്നെ ഇന്നൊരു സുഖമില്ലടാ, ഇന്ന് എക്സാം, ഇന്നത്തെ ദിവസം അത്ര നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരും. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റുമോ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, സ്വന്തം വീട്ടിലുള്ളത് തന്നെ ചിലപ്പോൾ ഈ ഡയലോഗ് പറഞ്ഞു വരാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മാക്സിമം അവോയ്ഡ് ചെയ്ത് വെക്കുക. ഈ എക്സാം കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിൽ അവരെ കണ്ടോ, ഒരു പ്രശ്നമില്ല. എക്സാമിന് പോകുമ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് വെക്കാൻ നോക്കുക. പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലൊക്കെ ചിന്തിച്ചിട്ട് ഇറങ്ങാൻ നോക്കുക. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായി, നാളെ സാറ്റർഡേ, മറ്റന്നാൾ സൺഡേ ആണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ മാക്സിമം പറ്റാവുന്നതും ഇന്നും നാളെയും ജങ്ക് ഫുഡ്സുകളൊക്കെ ഒഴിവാക്കാൻ നോക്കുക. അതായത് ഹോട്ടലിൽ നിന്നുള്ളത്, റെസ്റ്റോറൻറ്റ്സ്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എല്ലാ രീതിയിലുള്ള ഫുഡുകളും, അതായത് പാക്ക്ഡ് ആയാലും പാക്ക്ഡ് അല്ലാത്തതായാലും അല്ലെങ്കിൽ ഡൈനിങ് ആയാലും ഒക്കെ അവോയ്ഡ് ചെയ്യുക. വീട്ടിലെ ഫുഡ് തന്നെ മാക്സിമം കഴിക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഹെൽത്തിന് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഫുഡ് ഐറ്റംസ്, ചിലർക്ക് ചെമ്മീനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. നോൺ വെജ് ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻസ് കൂടുതൽ വരാം. അങ്ങനെ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻലി ശ്രദ്ധിക്കുക. കാരണം ലാസ്റ്റ് സമയത്ത് നമുക്കൊരു മിസ്റ്റേക്ക് വരാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ റിസ്ക് എടുത്തുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. മാക്സിമം ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക. ഹെൽത്ത് കണ്ടീഷൻസ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഇത്രയും അധികം ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു ചാൻസാണ്. അപ്പോൾ അത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവരും
നന്നായിട്ട് ഹെൽത്തൊക്കെ നോക്കി നല്ല കുട്ടികളായിട്ട് ഞായറാഴ്ച എക്സാമിന് പോവുക. എൻ്റെ എക്സാം സെൻറ്റർ എറണാകുളത്ത് തൃക്കാക്കരയുള്ള മേരിമാത സ്കൂളാണ്. നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണെന്ന് പറയാം. മേരിമാത സ്കൂളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചൊന്ന് മീറ്റ് ചെയ്യാം. ആരെങ്കിലുമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാൻ സാധിക്കട്ടെ. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എക്സാം പാസ്സാവാൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.